ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഈ സാങ്കേതികത്വങ്ങളും ഔലിയാന്റെ ഭാഷയൊക്കെ നിങ്ങൾ എന്തിനാണ് ജനങ്ങളോട് പറയുന്നത് എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടി, അത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഔലിയാന്റെ സംസാരത്തെ സംശയാക്കാൻ വരുന്നത്? മടവൂര് പറഞ്ഞ സംസാരങ്ങൾ മടവൂരിന് തലക്ക് ലെവലില്ല എന്ന് പറയുന്നത് നിങ്ങൾ എന്തിനാ? അത് വഹാബികള് മാത്രമല്ല അല്ലാത്തവരും പറയൽ തുടങ്ങി. അപ്പൊ മടവൂര് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കി തരണമെങ്കിൽ അവരുടെ സാങ്കേതികത്വങ്ങൾ വിവരിക്കേണ്ടി വന്നു. നിങ്ങൾ തന്നെയാണ് അതിനുള്ള അവസരം ഒരുക്കുന്നത്. ഔലിയാന്റെ അവരുടെ സാങ്കേതിക ഭാഷ അവർക്ക് വിട്ടുകൊടുത്ത് അങ്ങനെ ആയിരുന്നല്ലോ അടുത്ത കാലം വരെ നമ്മൾ ജീവിച്ചത്. ഔലിയ എന്തെങ്കിലും പറഞ്ഞാല് ഔലിയ സുഖമില്ലാത്തോണ്ട് പറയാണ്, ആ മടവൂര് ശരീഅത്തിനെതിര് പറഞ്ഞതാണ്. ഇങ്ങനെ പറഞ്ഞു വിട്ടാൽ എങ്ങനെ? മടവൂര് ഹുർരിയത്തുൽ വഹാബിയിൽ എത്തിയതിനു ശേഷം ഒരു രോഗി വന്നതിന് ശേഷം അല്ലാഹുമ്മ പഠിച്ചോനെ ഈ രോഗിനെ സുഖപ്പെടുത്തി കൊടുക്കണമേ എന്നതുവരക്ക് അങ്ങനെ ആ മടവൂര് അള്ളാഹു മടവൂരായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിനനുസരിച്ചാണ് പറയാ, ആ ബന്ധത്തിനനുസരിച്ചാണ് വലിയ പറയാ. അങ്ങനെയാണ് വലിയ മടവൂർ തങ്ങൾ പറഞ്ഞത്. അപ്പൊ ആ വിഷയം തിരിയാൻ വേണ്ടിയാണ് ആ പ്രസംഗം നേരത്തെ പ്രസംഗിച്ചിട്ടുള്ളത്. അത് അതിന്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിക്കൊണ്ട് പുത്തൻ പ്രസ്ഥാനക്കാര് ദുരുപയോഗപ്പെടുത്തി